കണ്ണൂരിൽ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിന് നാളെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന പ്രഥമ പ്രതിപക്ഷ നേതാവുമായ AKGയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ജന്മനാടായ കണ്ണൂർ പെരളശ്ശേരിയിൽ മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ കീഴിൽ നമ്മളൊരു മ്യൂസിയം നിർമ്മിച്ച് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 2018-19 നയപ്രഖ്യാപനത്തിലും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലും എല്ലാം ഉൾക്കൊള്ളിച്ച് 10 കോടി അന്ന് തന്നെ വകയിരുത്തി തുടങ്ങിയ ഒരു പദ്ധതിയാണ് AKG മ്യൂസിയത്തിന്റെ നിർമ്മാണം. ഇതിനായി ഏകദേശം 3.5 ഏക്കർ സ്ഥലം വകുപ്പിന്റെ കീഴിൽ നമ്മൾ ഏറ്റെടുക്കുകയും അതിന്റെ സ്ട്രക്ചറൽ വർക്കിന് വേണ്ടിയിട്ട് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ടർ സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും സ്ട്രക്ചറൽ വർക്ക് പൂർത്തിയായ മുറയ്ക്ക് ഇപ്പോൾ അതിന്റെ പ്രദർശന സംവിധാനം സജ്ജീകരിക്കുന്നതോടുകൂടി പൂർത്തിയായി ആ പദ്ധതി കൂടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ AKG മ്യൂസിയം 2026 ഫെബ്രുവരി 17 3 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുകയാണ്. ഈ തദവസരത്തിൽ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് മുഖ്യ അതിഥിയായിരിക്കും. MP-മാരായ K സുധാകരൻ, ഡോക്ടർ V ശിവദാസൻ, അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. AKG മ്യൂസിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെരളശ്ശേരി പഞ്ചായത്ത് അഞ്ചരക്കണ്ടി പുഴയോട് ചേർന്ന് റവന്യൂ വകുപ്പ് മുഖേന ഏറ്റെടുത്ത 3.30 ഏക്കർ സ്ഥലത്താണ് മ്യൂസിയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2018-19 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച ഈ പദ്ധതിക്കായി വിവിധ ഘട്ടങ്ങളിലായി വകയിരുത്തിയതും ചിലവഴിച്ചതുമായ തുകയുടെ വിവശത വിവരം. ആദ്യം ഭൂമി ഏറ്റെടുക്കുന്നതിനായിട്ട് 12 കോടി 6 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. കെട്ടിട നിർമ്മാണത്തിന് 6 കോടി 90 ലക്ഷത്തിന് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വാങ്ങിയെങ്കിലും 6 കോടി 56,25,000 രൂപയ്ക്ക് അത് പൂർത്തിയായിരിക്കുകയാണ്. AKGയുടെ ദീർഘകായ പ്രതിമയുണ്ട്, മിനിയേച്ചർ പ്രതിമയും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ പ്രശസ്ത വ്യക്തികളുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ഓഡിയോ നമ്മളിവിടെ, പിന്നെ സമരങ്ങളുടെ റിക്രിയേഷൻ ഇവയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവയുടെ ദൃശ്യാവിഷ്കാരം, ഡോക്യുമെന്റേഷൻ സംവിധാനങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തിയാണ് ഈ മ്യൂസിയം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർ പദ്ധതിയായിട്ട് പുഴയുടെ സമീപം വരെ നീളുന്ന നൂതനമായ രീതിയിലുള്ള ഒരു പാർക്കും സജ്ജമാക്കുന്നുണ്ട്. അതിൽ കുട്ടികളുടെ പാർക്ക്, ലാൻഡ്സ്കേപ്പിംഗ് എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 7 കോടിയുടെ ഒരു പ്രപ്പോസൽ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. എല്ലാ ചരിത്രാന്വേഷികൾക്കും വിദ്യാർത്ഥികൾക്കും സാധാരണ ജനങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ AKGയുടെ ജീവിതം ആഴത്തിൽ മനസ്സിലാകത്തക്ക രീതിയിലാണ് വകുപ്പ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിന്റെ പ്രദർശന സംവിധാനം സജ്ജമാക്കിയിരിക്കുന്നത് മ്യൂസിയങ്ങളുടെ പ്രദർശന സജ്ജീകരണത്തിന്റെ ഗവൺമെന്റ് അംഗീകൃത നോഡൽ ഏജൻസിയായ കേരളം ചരിത്ര പൈതൃക മ്യൂസിയം മുഖേനയാണ്. ഈ ചടങ്ങിലേക്ക് എല്ലാ തുറയിലുള്ള വിധത്തിലുള്ള എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മ്യൂസിയത്തോടുകൂടി AKG മ്യൂസിയത്തോടുകൂടി അനുബന്ധമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും വെങ്ങാട് ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന കിഴത്തൂർ പാലത്തിന്റെ കൂടി ഉദ്ഘാടനം 17 വൈകിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഇത് പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗമാണ് പ്രസ്തുത പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുന്നത്. 12.2 കോടിയുടെ ഭരണാനുമതിയും 12.1 കോടിയുടെ സാങ്കേതിക അനുമതിയായി നൽകി പൂർത്തിയാക്കുന്ന പ്രവൃത്തിയാണിത്. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മക്രേലി വില്ലേജിലെയും പിന്നെ വെങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പാതിരിയാട് വില്ലേജിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് 205 മീറ്റർ നീളത്തിൽ 11 സ്പാനുകളിലായി 10.4 മീറ്റർ വീതിയിൽ 1.2 മീറ്റർ നടപ്പാതയടക്കം ഉള്ള പ്രസ്തുത പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടുകൂടി കണ്ണൂർ ഭാഗത്ത് നിന്നും പിന്നെ യാത്ര എത്രയും പെട്ടെന്ന് കണ്ണൂർ ഭാഗത്തു നിന്നുള്ള യാത്ര അഞ്ചരക്കണ്ടി ഭാഗത്തേക്ക് 6 കിലോമീറ്ററോളം ചുരുക്കിക്കൊണ്ട് യാത്ര പൊതുജനങ്ങൾക്ക് സാധ്യമാകും.
ഉള്ള വളരെ പ്രാധാന്യം ഈ പ്രവൃത്തിക്കുണ്ട്. പ്രസ്തുത പ്രവൃത്തി KK ബിൽഡേഴ്സ് ആണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിന് 64 മീറ്റർ നീളത്തിൽ കിഴത്തൂർ ഭാഗത്തും 80 മീറ്റർ നീളത്തിൽ കിഴത്തൂർ ഭാഗത്തും 64 മീറ്റർ നീളത്തിൽ പള്ളിയത്ത് ഭാഗത്തും അനുബന്ധ റോഡും കൂടി പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ 20 ലക്ഷം രൂപയിൽ MLA ADS ലൈറ്റ് പ്രവൃത്തിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രസ്തുത പദ്ധതി വരുന്നതോടുകൂടി വലിയൊരു മുന്നേറ്റം ട്രാൻസ്പോർട്ട് സെക്ടറിൽ മണ്ഡലത്തിൽ ഉണ്ടാകുന്നതാണ്. 2 പഞ്ചായത്തുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതോടുകൂടി ജനങ്ങൾക്ക് യാത്ര വളരെ സുഗമമാകുന്നതാണ്.